ஆசை புன்னகை மூஞ்சியில் മൂഞ്ചി 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 മൂഞ്ചിനൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെയുള്ള അവസ്ഥ അതാണ്. ഞാനിപ്പം ഈ പാട്ട് പാടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്മണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർകാഷിയുടെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ടോക്സ് നടക്കുന്നു എന്നുള്ളത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് തന്നെയാണ്. പിന്നീട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു, ഇൻ്റർകാഷിയായിട്ട് അങ്ങനത്തെ ഒരു ടോക്കേ നടന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ സംസാരിച്ചാണ് എന്താണെങ്കിലും നോക്കാം എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ളത്. സോ സംഭവിക്കുന്നത് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്നുള്ള തലത്തിലാണ്. ഇപ്പോൾ മാർക്കസിൻ്റെയൊക്കെ ഒരു ട്വീറ്റ് വന്നു കഴിഞ്ഞു. ഇതേവരെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ 24 to 48 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. എഡ്മണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരു സംഭവം വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്മണ്ടിനെ പോലെ താരം കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഇൻ്റർകാഷിക്ക് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. സ്കോർ ചെയ്യാനാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും, അതും അദ്ദേഹം ഒരു SS ആയിട്ട് കളിക്കാം, AM ആയിട്ട് കളിക്കാം, സെൻട്രൽ ഫോർവേഡ് കളിക്കാം, ലെഫ്റ്റ് വിങ് കളിക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി, ഏത് പൊസിഷനിൽ കളിച്ചാലും അദ്ദേഹം കളിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ, അങ്ങനത്തെ ഒരു ഇന്ത്യൻ പ്ലെയർ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിരുന്നു. സോ നടക്കുന്നില്ല. ഇത് എന്താ പറയുക, വെറും പ്രതീക്ഷ മാത്രമായിരുന്നു. ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും താരം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവിടെ ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്, ഈസ്റ്റ് ബംഗാളിൽ ഓൾറെഡി അറ്റാക്കിംഗ് പൊസിഷൻസിൽ പ്ലെയേഴ്സ് ഒരു ഓവർലോഡാണ്. ഇപ്പം വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ. അപ്പം ഈ സാഹചര്യത്തിൽ എഡ്മണ്ട് ഏതൊരു റോളിൽ അവിടെ ഫിറ്റ് ചെയ്യും എന്നുള്ളതെന്നൊരു ചോദ്യമാണ്. ഇപ്പം കഴിഞ്ഞ സീസണിലാണ് അവർ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ എത്തിച്ചത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മുമ്പത്തെ സീസണിലൊക്കെ ഐ ലീഗിലൊരു ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ട് പറഞ്ഞ പോലെ ISL ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്ന പ്ലെയറാണ്. പക്ഷേ വളരെ കുറച്ച് മിനിറ്റ്സ് കളിച്ചുള്ളൂ. പക്ഷേ കിട്ടിയ മിനിറ്റ്സിൽ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു ഗോൾ അടിക്കുന്ന ഒരു പ്ലെയറാണ്, ഒരു സെൻട്രൽ ഫോർവേഡ് ആണെന്നുള്ളത്. പക്ഷേ എഡ്മണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ പൊസിഷൻസിലും ഒരുപാട് പ്ലേയേഴ്സ്. ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. ചില പൊസിഷൻസിൽ എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സ് ഇങ്ങനെ ഓവർലോഡാണ്, ചില പൊസിഷൻസിൽ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു പ്രശ്നമാണുള്ളത്. അപ്പം അത് മാത്രമേ എനിക്കൊരു കൺസേൺ ഉള്ളൂ. ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും വറീഡ് ആകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നാഷണൽ ടീമിലേക്കൊക്കെ എൻട്രൻസ് കിട്ടിയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടുക എന്നൊക്കെ പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് തോന്നിയത്. സോ നമുക്ക് നോക്കാം. ഇനിയിപ്പം ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ വേണ്ടി.